മലയാളം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കുറേ മലയാളം അധ്യാപകരിൽ പ്രധാനപ്പെട്ട ആളാണ് മാമച്ചൻ മാഷ്. ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സിന് വ്യാപരിക്കാൻ നിരവധി മേഖലകളിലുള്ള വിദ്യാഭ്യാസ കാലത്ത് ഒരു ദിവസം സയൻസ് ടീച്ചർ വന്ന് 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്നും അതിനെ നമുക്ക് H2O എന്ന് ഡിനോമിനേറ്റ് ചെയ്യാം എന്നും പഠിപ്പിക്കുകയാണ്. അബദ്ധവശാൽ ഇത് ഞങ്ങളുടെ മസ്തിഷ്കത്തിൽ പ്ലേസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഉറപ്പിക്കപ്പെട്ടു. സാധാരണ നിലയ്ക്ക് ഞങ്ങളൊരു ക്ലാസ് കൊണ്ടൊന്നും പഠിക്കാറില്ല. ഞങ്ങളത് നിരീക്ഷിച്ചും പരീക്ഷിച്ചും മാത്രമേ ഞങ്ങളുടെ മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യാറുള്ളൂ. ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ പ്രത്യേകത അത്. ഞങ്ങളങ്ങനെ പെട്ടെന്ന് ആരെയും വിശ്വാസത്തിലെടുക്കാറില്ല. ഞങ്ങളുടെ ചെവികൾക്ക് ചോദ്യചിഹ്നമാണ്. ചോദ്യചിഹ്നം പോലെയാണ് ഞങ്ങളുടെ ചെവികൾ. കേൾക്കുന്നതൊക്കെ ചോദിച്ചതിന് ശേഷമേ ഞങ്ങൾ അകത്തേക്ക് കയറ്റി വിടാറുള്ളൂ. നെക്സ്റ്റ് പീരീഡ് മാമച്ചൻ മാഷാണ്. ചണ്ടാല ഭിക്ഷുകയാണ് പഠിപ്പിക്കുന്നത്. മാമച്ചൻ മാഷ് നന്നായി കവിത ചൊല്ലും, കഥ പറയും, പാട്ട് പാടും, ലീവ് എടുക്കും. അപ്പോൾ മാമച്ചൻ മാഷ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മാഷാണ്. മാമച്ചൻ മാഷ് വന്ന് ചണ്ടാല ഭിക്ഷുക്ക് പഠിപ്പിക്കുമ്പോൾ ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരുതൽ എന്നൊക്കെ വിസ്തരിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബാക്ക് ബെഞ്ചേഴ്സിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ പ്രത്യേകം ചൂണ്ടി ചോദിക്കുകയാണ്, ആ ചണ്ടാള യുവതി ബുദ്ധഭിക്ഷുവിന് പകർന്നു കൊടുത്ത എന്താണ്? ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ കോറസായിട്ട് പറഞ്ഞു H2O സർ എന്ന് പറഞ്ഞു. പ്രീവിയസ് പീരീഡിൽ ടീച്ചർ പഠിപ്പിച്ചതാണ് 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ ചേർന്നാൽ വെള്ളമുണ്ടാകും. ഞങ്ങൾക്ക് സംശയമുണ്ടായി. ഞങ്ങൾ H2O സർ എന്ന് പറഞ്ഞു. മണ്ടന്മാർ. മാമച്ചൻ മാഷ്ടർ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ആ ചണ്ടാള യുവതി പകർന്നു കൊടുത്തതിൽ 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും മാത്രമല്ല ഉണ്ടായിരുന്നത്. ആ ചണ്ടാള യുവതി പകർന്നു കൊടുത്ത വെള്ളത്തിൽ സഹാനുഭൂതിയുണ്ട്, സഹവർത്തിത്വമുണ്ട്, സഹജീവി സ്നേഹമുണ്ട്. ഇതൊന്നും H2O പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കില്ല. അത് പഠിപ്പിക്കുക ഭാഷാ അധ്യാപകനാണ്.